മഴതോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണ് മനു. എന്താ കിടപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ രാജകീയമല്ലേ എന്നൊക്കെ പറയും. അത് തന്നെ എന്ന് പറയും. എന്തായാലും നീ ഇരിക്കടാ എന്ന് പറയും. നീ ഇവിടെ ഉണ്ടായോ എന്ന് പറയും. പിന്നെ ഞാനുണ്ടായിരുന്ന അവിടെ എന്ന് പറയും. എന്താ പറ്റിയത് താങ്കളെ, എന്ത് കിടപ്പുള്ളത് എന്നൊക്കെ ചോദിക്കും. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എനിക്ക്. നീ ചോദിച്ചാലും എനിക്കൊന്നും പറയാനില്ല, ഞാൻ പറയില്ല എന്ന് പറയും. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. ഒരായിരം കാര്യങ്ങൾ ഈ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. അതെങ്ങനെ നിനക്ക് മനസ്സിലായടാന്ന് പറയും. അതൊക്കെ എനിക്കറിയാമെന്ന് പറയും. അതെ, അലീന എവിടെയെന്ന് ചോദിക്കും. അലീനനെ വീട്ടിൽ പറഞ്ഞയച്ചു. ആര്? വൈജയന്തി. ആരോട് ചോദിച്ചിട്ടെന്ന് പറയും. വൈജയന്തി ആൻറ്റി എന്നാണ് പറയാം. ആരോട് ചോദിച്ചിട്ടെന്ന് പറയും. അത് പിന്നെ അങ്കിളിന് അറിഞ്ഞൂടെ ആൻറ്റിയുടെ സ്വഭാവം. അങ്കിൾ അലീന കാരണമാണ് ഇപ്പോൾ അറ്റാക്ക് വന്നതെന്ന് വരെ പറയുന്നുണ്ട് എന്ന് പറയും. അവൾ വന്നതിന് ശേഷം ഈ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായെന്നും അങ്ങനെയൊക്കെ പറയുന്നു. ബാലേന്ദ്രൻ പുച്ഛത്തോടെ അങ്ങനെ ചിരിക്കുന്നു. എന്നിട്ട് പറയും, ആൻറ്റി പുറത്ത് നിൽക്കുന്നുണ്ട്, ആൻറ്റിക്കൊന്ന് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ പറയും, വേണ്ട, അവളെ സേവനം ഈ ആസ്പത്രിയിൽ ആവശ്യമില്ല, അവളോട് പൊക്കോളാൻ പറ. വീട്ടിൽ വരുമ്പോൾ എനിക്ക് അവളൊന്ന് കാണണം, അല്ലാണ്ട് അവളെ എനിക്ക് കാണേണ്ട കാര്യമില്ല. അവൾ മാത്രമല്ല, കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ഒരാളും എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞ്. അങ്കിളെ ഞാനും എന്ന് പറയും. നിനക്ക് മാത്രം വരാം, നിന്നെ ഞാൻ അങ്ങനെയല്ലല്ലോ കണ്ടേക്കണേ എന്നൊക്കെ പറയും. അങ്ങനെ മനു കുറച്ച് നേരം സംസാരിച്ചിട്ട് പോകും. അപ്പോൾ വൈജയന്തി കാത്തിക്കുണ്ടാവും. എന്നാ പറഞ്ഞു മനു, എന്നാ ഉണ്ട് ശേഷം, എന്താ ബാലേന്ദ്രൻ ഇങ്ങനെ പറ്റിയതിൻ്റെ കാരണം ഒക്കെ ചോദിക്കുന്നു. അതൊന്നും പറഞ്ഞില്ല ആൻറ്റി, എന്തായാലും വയ്യാണ്ടിരിക്കുന്ന ആളായാലും ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, നല്ല ദേഷ്യത്തിലാണ്, സംസാരമൊക്കെ കേട്ടാലറിയാം. അതിനെന്നാ കാരണം, എന്താ പറഞ്ഞേ, ഞാനെന്താ ചെയ്തതെന്നറിയും. അതെനിക്കറിയില്ല, ആൻറ്റിനോട് ഇത്തിരി ദേഷ്യം കൂടുതലെന്ന് പറയും. ആരെയും കാണണ്ടെന്ന് തന്നെയാണ് പറയണേന്ന് പറയും. അങ്ങനെ അവരവിടെ നമ്മുടെ വൈജയന്തി ആകെ ദേഷ്യത്തോടെയും കലിപ്പോടൊക്കെ ഇങ്ങനെ നിൽക്കണ്, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. എന്തായാലും വീട്ടിലേക്ക് പോകാം, പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം. അങ്ങനെ വീട്ടിലേക്ക് പോകണ്. കോണിബെല്ലടി കേട്ടപ്പോൾ അലീന വന്ന് വാതിൽ തുറക്കും. അതിന് മുന്നേ തന്നെ നമ്മുടെ രോഹിത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ഭക്ഷണം നിനക്ക് വേണമെങ്കിൽ തരാം, വെള്ളം എത്ര ദിവസം നീ കുടിക്കും, എൻ്റെ കാര്യം നീ അന്വേഷിക്കേണ്ട, എനിക്ക് നീ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കി തരണ്ട, സ്പെഷ്യലൊന്നും ഇല്ല, ഇവിടെ ഉള്ളത് നിനക്ക് വിളമ്പി തരാമെന്നാണ് പറഞ്ഞതെന്ന് പറയും. എൻ്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട, നീ എൻ്റെ കാര്യത്തിൽ ഒരു കുന്തവും ചെയ്യണ്ട, നീ എന്നെ ഒലത്താൻ നിൽക്കാണ്ട് നീ നിൻ്റെ കാര്യം നോക്കി പോടീന്ന് പറയും. അങ്ങനെ അയാൾ പോകും. വീണ്ടും വൈജ വരും. വൈജ വരുമ്പോൾ എന്നെ കണ്ണ് തുറപ്പിച്ച് ഇങ്ങനെ നോക്കണ് അലീനനെ. അലീന ഒന്നും മിണ്ടാണ്ട് അടുക്കളയ്ക്ക് പോകാൻ പോയപ്പോൾ നിൽക്കടി അവിടെ എന്ന് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. നീ മനുവിൻ്റെ കാര്യം, മനു അല്ല രോഹിത്തിൻ്റെ കാര്യം ബാലേന്ദ്രനോട് പറഞ്ഞു കൊടുത്തോന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടില്ല, നോണ പറയുന്നോടിന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. നീ നല്ല തൻ്റെ ഇടക്കാരിന്ന് എനിക്ക് മനസ്സിലായിടിയെന്ന് പറയും. അതിവിടെ വന്നതിന് ശേഷമാണ് ഇവിടുന്ന് കിട്ടിയതെന്ന് പറയും. നീ രോഹിത്തിൻ്റെ കാര്യം ബാലേന്ദ്രനോട് പറഞ്ഞെടുത്തിട്ട് ബാലേന്ദ്രൻ ടെൻഷനായിട്ട് മദ്യപിച്ചിട്ടാണ് അറ്റാക്ക് വന്നത് എന്ന് പറയും. നീ കാരണമാണ് ബാലേന്ദ്രന് അങ്ങനെ വന്നതെന്ന് പറയും. അതെ, മക്കളെ നേരെ ചൊവ്വയെ വളർത്തിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയും. ഞാൻ മക്കളെ വളർത്തി എൻ്റെ കണക്കൊന്നും നീ പറയാൻ നിൽക്കണ്ട, നിൻ്റെ തള്ള നിന്നെ മര്യാദയ്ക്ക് വളർത്താത്തതിൻ്റെയാണ് നീ ഇങ്ങനെ ഇപ്പം ഈ കാണിച്ചു കൂട്ടണേന്ന് പറയും. എൻ്റെ മമ്മി എന്നെ നന്നായിട്ട് എന്നെയാണ് വളർത്തിയെന്ന് പറഞ്ഞ് അലീന ദേഷ്യപ്പെടും. പറയും, നീ കാരണമാണ് ബാലേന്ദ്രൻ്റെ അറ്റാക്ക് വന്നത്, നീ ഒരാൾ കാരണമാണ് ബാലേന്ദ്രൻ ഇങ്ങനെ വന്നത്, നീ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ആണിട്ട് പറയുന്നത്. അപ്പോൾ പറയും, അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറ് വരട്ടെ, സാറ് വന്ന് ചോദിച്ചിട്ട് ഞാൻ പോകണുള്ളൂ, ഇത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അലീന മുറിയിലേക്കും പോകും. വൈജയന്തിൻ്റെ മുറിയിലേക്കും പോകും. പിന്നീട് വൈജയന്തി മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകമാനം പരിശോധിക്കുന്നു. അതിനിടയ്ക്ക് മൊബൈലൊക്കെ പരിശോധിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ. പക്ഷേ ഒന്നും കിട്ടുന്നില്ല, ലോക്ക് ഓണാക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് മുറിയിൽ മേശയിലെ തോക്കൊക്കെ കാണുന്നത് വല്ലാത്ത ടെൻഷനോടെ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് വൈജയന്തി. ഒന്നും മനസ്സിലാവുന്നില്ല. വൈജയന്ത് പറഞ്ഞു മോളെ എന്ന് ചോദിക്കും അലീനോട് മുത്തശ്ശി. എന്ത് പറയാ, ഞാൻ കാരണമാണ് ബാലേന്ദ്ര സാറിന് അറ്റാക്ക് വന്നതെന്നാണ് പറയുന്നത്, ഞാനാണ് ഹോസ്പിറ്റലാക്കിയെന്ന് പുറത്തുള്ളവരോട് പറയാൻ അപമാനെന്ന്. ഇവളെന്ത് ഇങ്ങനെ, ഈ വീട് ആകെ താറുമാറായി കിടക്കണം, അത് അവൾ വിചാരിച്ചാലേ നേരെ ആവുള്ളൂ. സാറ് വന്നാലും നേരെ ആവുമെന്ന് തോന്നണില്ല മുത്തശ്ശി, കാരണം മേഡത്തിൻ്റെ സ്വഭാവം ഇതല്ലേ, മേഡം സാറിന് സ്വൈര്യം കൊടുക്കില്ല. എന്തായാലും ഈ സാറ് പഴയ സാറല്ല, സാറിന് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാ കുറ്റവും എൻ്റെ തലയിലായി മുത്തശ്ശി എന്ന് പറയും. അവൾക്കൊരു സ്വയബോധമില്ല മോളെ, പറഞ്ഞിട്ട് കാര്യമില്ല, മോളങ്ങോട്ട് ക്ഷമിച്ചേക്ക് എന്ന് പറയണ്. പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് മനുവിനെ കമല ഫോൺ ചെയ്യുന്നടാ മനു നീ ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിക്കും. അതെ,
നീ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങണമെന്ന് ചോദിക്കും. ആ വൈകിയില്ലേ അവിടെ എന്ന് പറയും. ആൻറ്റി വീട്ടിൽ പോയി. അതെന്താ? അവളല്ലേ അവിടെ നിൽക്കേണ്ടത്. ആൻറ്റി നിന്നിട്ട് എന്താ കാര്യം അമ്മ? രാത്രി ഒരു മരുന്ന് മേടിക്കാനോ ഒരു ബ്ലഡ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റിക്ക് പറ്റുമോ? അവൾ കാറെടുത്ത് പോകും. അതിനുള്ള തൻ്റെ ഇടം അവൾക്കുണ്ട്. നിനക്കൊന്നും വേറെ പണിയില്ലേടാ. ബാലേന്ദ്രന് കൂട്ടുകെടുക്കാനും അവിടുത്തെ വേലക്കാരിക്ക് കൂട്ടുകെടുക്കാനും ഒക്കെ നീ തന്നെ ഉള്ളൂ എന്ന് പറയും. ആ തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അമ്മയ്ക്ക് ഇപ്പം എന്താണെന്ന് അറിയും. എടാ നീ ആ ഹരിയെ അത്രേ പറയുള്ളൂ കേട്ടോ. പിന്നെ മുഴിക്കുന്നില്ല. എന്താ അവനെ കണ്ടുപിടിക്കാൻ പറയുമെന്ന് പറയും. എടാ ചെറുക്ക, നിന്നോട് മര്യാദയ്ക്കിന് പറയും. നീ ഇവിടെ വന്ന് കിടക്കടാ. രോഹിത്തില്ലേ, അവൻ വന്ന് നിൽക്കട്ടാ. അവന് ബാലേന്ദ്രന് ഭാര്യ മക്കളൊക്കെ ഇല്ലേന്ന് പറയും. അമ്മ ഈ നേരമായിട്ട് അങ്കിളിന് കുറവുണ്ടോ എന്ന് ചോദിച്ചോ. ആ ചത്തു പോവില്ല എന്നറിയാം, അത് മതി എന്ന് പറയും. ഞാൻ കിടന്നാലും അമ്മ ഇങ്ങനെ തന്നെ പറയുള്ളല്ലേ എന്ന് പറയും. എനിക്ക് എൻ്റെ മക്കൾ കഴിഞ്ഞിട്ടുള്ള ലോകത്ത് ആരും എന്ന് പറയും. അന്ന് അമ്മ വെച്ചോന്ന് പറയും. കൂടുതലൊന്നും പറയല്ല എന്താ പറഞ്ഞാൽ ഫോൺ വയ്ക്കിന്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഇനി നമ്മുടെ ബബി പുറത്ത് പോയി കഴിഞ്ഞിട്ട് നിന്ന് സംസാരിക്കുന്നു. മുകളിലാണ് കയറി സംസാരിക്കുന്നത്. ആ ഒരു കാമുകനുണ്ടെന്ന് നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞല്ലോ. ഒരു 10 പൈസയ്ക്ക് പോലും കൊള്ളില്ലാത്ത മുടിയൊക്കെ വളർത്തിയ ഒരു കണ്ടാൽ വെള്ളം കുടിക്കൂല അങ്ങനത്തെ ഒരു സൈസ് ഒരു ചെക്കനായിട്ടാണ് ഭയങ്കര പ്രേമം. അപ്പോൾ അവനിങ്ങനെ പ്രലോഭിച്ച് വിളിക്കുന്ന പ്രേമം മാത്രമേ ഉള്ളൂ. ഈ ഫോണുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ ജീവിച്ച് പോകണമെന്ന് മാത്രം എന്ന് പറയും. എന്താണ് അങ്ങനെ പറയണേന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ എത്ര നാളായി നിന്നെ വിളിക്കുന്ന പുറത്തേക്കൊക്കെ ഒന്ന് പോകാൻ, നീ വരുന്നുണ്ടോയെന്ന് പറയും. അത് പറ്റില്ല മോനെ, ക്ലാസ് കട്ട് ചെയ്ത് വന്നാലേ ടീച്ചർ ബബിത ബാലേന്ദ്രൻ ആബ്സെൻ്റ് എന്ന് പറഞ്ഞ് അമ്മയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടുമെന്ന് പറയും. ഓ പിന്നെ എന്നാ ചെയ്യുമെന്നറിയും. ഈ പാലയിലെന്നുണ്ടെങ്കിലും 1 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റാവുന്ന 3 നല്ല പ്ലേസുകളാണുള്ളത് കാമിതാക്കൾക്കുള്ളതൊക്കെ. അപ്പോൾ അവൾ ഇങ്ങനെ പ്ലേസിൻ്റെ സ്ഥലമൊക്കെ പറയുന്നു. അതിന് ശേഷം ഇങ്ങനെ ഈ ഫോണിലൂടെ കൊടുക്കണ കിസ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നറിയും. നീ തരുന്നതൊക്കെ എനിക്കിവിടെ കിട്ടാറുണ്ട്, അപ്പോൾ എവിടെയെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ അവളെ കൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ പറയിപ്പിക്കുന്നു. നെറ്റി, തല, മുടി, കണ്ണ്, മൂക്ക് ഇങ്ങനെയൊക്കെ പറയുന്നു. അതൊക്കെ കേട്ടുകൊണ്ട് പെട്ടെന്ന് അലീന ഇങ്ങനെ ഹാളിൽ നിന്ന് മുകളിലേക്ക് തുണി വിരിക്കാനായിട്ട് വരുന്നു. അപ്പോൾ അലീനനെ കാണുമ്പോൾ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബബി. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗം അതാണ്. അങ്ങനെ ഇന്നത്തെ ബബി ഇങ്ങനെ ചിന്തിക്കുന്നു, ഇവള് കേട്ടോ, എന്തായാലും ഇനി നമ്മുടെ അലീനോടുള്ള ശത്രുത കൂടാനുള്ള വഴിയേ ഉള്ളൂ, അതെന്തായാലും കുറയില്ല. അങ്ങനെ ചേച്ചി അനിയത്തിനെയും നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.